Hi friends, welcome to Alpha Tech Robotics. ഞാൻ ഇവിടെ തുടങ്ങുന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു DC മോട്ടർ. അതായത് നമുക്ക് ആദ്യം കിട്ടുന്ന RC കാറിൽ നിന്ന് 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ പുറത്തെടുക്കുന്ന മോട്ടർ. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ഫാനൊക്കെ കണക്ട് ചെയ്ത് ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്ത് ഈ മോട്ടർ നമ്മൾ വർക്ക് ചെയ്യിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, സെല്ല് ഒരു പൊളാരിറ്റിയിൽ കണക്ട് ചെയ്യുമ്പോൾ മോട്ടർ ക്ലോക്ക് വൈസും പൊളാരിറ്റി മാറ്റി കൊടുക്കുമ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. സോ അത് തന്നെയാണ് നമ്മുടെ ബേസിക് നോളജ് എന്ന് പറയുന്നത്. സോ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ കൈ കാട്ടുമ്പോൾ തന്നെ അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സാനിറ്റൈസർ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് വരും. അപ്പം അവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ളൊരു സെൻസറാണ്. ഈ സെൻസർ മൈക്രോ കൺട്രോളറിലേക്ക് സിഗ്നൽ കൊടുത്ത് മൈക്രോ കൺട്രോളർ മോട്ടർ യൂസ് ചെയ്ത് സെൻസർ നമ്മളെ കയ്യിലേക്ക് പമ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഫോണിൽ കോൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചെവിയുടെ അടുത്തേക്ക് വെച്ച് കഴിയുമ്പോൾ സ്ക്രീൻ ഓഫ് ആവും. അവിടെയും ഒരു സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും MG ഹെക്ടർ എന്ന് പറഞ്ഞ കാറിൻ്റെ ഒരു ആഡ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ കാല് ഡിക്കിയുടെ അടിയിൽ കൂടെ സ്വൈപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡിക്കി തുറക്കും. അവിടെ ഇതുപോലുള്ളൊരു മോഷൻ ഡിറ്റക്ടറാണ് യൂസ് ചെയ്തത്. സോ അത് സിഗ്നൽ കിട്ടി കഴിയുമ്പോൾ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്ത് ഒരു മോട്ടറോ കണക്ട് ചെയ്തിട്ട് ഡിക്കി തുറക്കും. മറ്റൊരു എക്സാമ്പിളാണ് നമ്മൾ വവ്വാലിൻ്റെ ഫംഗ്ഷൻ എടുക്കുക. വവ്വാൽ എങ്ങനെയാണ് അത് രാത്രി അതിന് മുമ്പിലുള്ള ഒബ്സ്റ്റക്കിൾ ഡിറ്റക്ട് ചെയ്യുന്നത് വെച്ചാൽ അതൊരു അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിച്ച് അതിൻ്റെ റിഫ്ലക്ഷൻ നോക്കിയിട്ടാണ്. സോ ഇതൊരു അൾട്രാസോണിക് സെൻസറാണ്. ഇത് അൾട്രാസോണിക് സൗണ്ട് എമിറ്റ് ചെയ്യും. അത് എവിടെയും തട്ടി റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടൈം അത് കാൽക്കുലേറ്റ് ചെയ്ത് അത് വെച്ചിട്ട് മുമ്പിലുള്ള തടസ്സം എത്ര ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ എത്ര സ്പീഡിലാണ് നമ്മൾ അടുത്തേക്ക് വരുന്നത് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ഇത് അൾട്രാസോണിക് സൗണ്ട് ഉണ്ടാക്കും. ബാക്കി കാൽക്കുലേഷൻ ചെയ്യുന്നത് ഒരു മൈക്രോ കൺട്രോളർ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് നമ്മൾ ആമസോൺ അലക്സ. നമ്മൾ വോയിസ് കമാൻഡ് കൊടുത്തിട്ട് ലൈറ്റ്സ് ഓണും ഓഫ് ആക്കുകയും ചെയ്യും. അപ്പം നമ്മൾ സാധാരണ കൈകൊണ്ട് ഓണും ഓഫ് ആക്കുന്ന സ്വിച്ച് അവിടെ ഓഫ് ആക്കുന്നത് ഇതുപോലുള്ളൊരു സിഗ്നൽ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സ്വിച്ചാണ്. സോ ഞാൻ ഈ എക്സാമ്പിൾസിലൊക്കെ ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തു. അതായത് ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ഈ മൈക്രോ കൺട്രോളറിൻ്റെ ഏറ്റവും ബേസിക് രൂപമാണ് ഈ അർഡീനോ. സോ ഈ അർഡീനോ നമ്മൾ ഈ അർഡീനോ IDE യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്യാം എന്നാണ് ഈ 2 വീക്ക് അർഡീനോ ബേസിക് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 5 സെൻസേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇൻ്റർഫേസ് ചെയ്യാം, അത് വെച്ചിട്ടുള്ള 5 പ്രൊജക്റ്റ്. ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 8ാം ക്ലാസ്സോ അതിന് മുകളിലുള്ള പ്രായമുള്ള ആർക്കും സുഖമായിട്ട് ഇത് പഠിച്ചെടുക്കാം. ഇത് 2 ബെനിഫിറ്റാണുള്ളത്. ഒന്ന് ഇലക്ട്രോണിക്സിൻ്റെ ഒരു ബേസിക് ആവും, അതേപോലെ തന്നെ കോഡിങ്ങിൻ്റെ ഒരു ബിഗിനിങ്ങും ആവും.